അമേരിക്കൻ ഫുഡ് ചെയിൻ ഭീമനായ ബർഗർ കിങ്ങിനെ തോൽപ്പിച്ച ഇന്ത്യൻ ബർഗർ കിങ്ങിൻ്റെ കഥ നിങ്ങൾക്കറിയാമോ? 2011 ബർഗർ കിങ് പൂനെയിലെ റെസ്റ്റോറൻ്റായ ബർഗർ കിങ്ങിന് അഗെയിൻസ്റ്റ് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ് കേസ് ഫയൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ബ്രാൻഡിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബ്രാൻഡ് നെയിമാണ് പൂനെയിലെ ഈ ലോക്കൽ ഔട്ട്ലെറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ട്രേഡ് മാർക്കിന് ആസ്പദമായ സംഭവം. ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റിന് 20 ലാഖാണ് അവർ കോമ്പൻസേഷനും ചോദിച്ചിരിക്കുന്നത്. 2024 പൂനെ ഡിസ്ട്രിക്ട് കോർട്ട് ഈ ഒരു കേസിന് വിധി പറഞ്ഞു. ഇതൊരു ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് അല്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. 1992 പൂനെയിലെ ഈ ലോക്കൽ ഔട്ട്ലെറ്റ് ബർഗർ കിങ് എന്ന നെയിം അഡോപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ 2014 ബർഗർ കിങ് ഇന്ത്യയിൽ വരുന്നത്. പൂനെയിലുള്ള ഈ ലോക്കൽ ഔട്ട്ലെറ്റ് 1992 മുതലേ ബർഗർ കിങ് എന്ന ബ്രാൻഡ് നെയിം യൂസ് ചെയ്ത് വരുന്നുണ്ട്. അവര് ഹോണസ്റ്റ് ആയിട്ടാണ് ഈ ബ്രാൻഡ് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു കണ്ടൻഷനാണ് കോടതിയിൽ പറഞ്ഞത്. ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങളൊരു ബ്രാൻഡ് അഡോപ്റ്റ് ചെയ്ത് അത് നിങ്ങളാണ് പ്രയർ യൂസർ എന്നുണ്ടെങ്കിൽ, അതോടൊപ്പം നിങ്ങളത് ഹോണസ്റ്റ് ആയിട്ടാണ് അഡോപ്ഷൻ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, കേസ് വരികയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഒരു വിധി കോടതി മുഖാന്തരം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്.